വിദ്യാർത്ഥികളെ ബസ് ജീവനക്കാർ മർദ്ദിച്ചതായി പരാതി. മുക്കം IHRD കോളേജിലെ വിദ്യാർത്ഥികളെയാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരം ബസ് ജീവനക്കാരും കൂട്ടാളികളും ചേർന്ന് മർദ്ദിച്ചത്. മർദ്ദനത്തിൽ 3 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് IHRD വിദ്യാർത്ഥികൾ മുക്കത്ത് പ്രകടനം നടത്തി. വിദ്യാർത്ഥികളെ ബസ്സിൽ കയറ്റാത്തത് ചോദ്യം ചെയ്തതിന് ബസ് ജീവനക്കാരും അവരുടെ കൂട്ടാളികളും ചേർന്ന് വിദ്യാർത്ഥികളെ സംഘം ചേർന്ന് മർദ്ദിച്ചതായി പരാതി. മുക്കം IHRD കോളേജിലെ വിദ്യാർത്ഥികൾക്കാണ് മർദ്ദനമേറ്റത്. പരിക്കേറ്റ 2ാം വർഷ ഇലക്ട്രോണിക്സ് വിദ്യാർത്ഥി TM ഷഫീഖ്, 3ാം വർഷ വിദ്യാർത്ഥി M കിരൺ എന്നിവർ മുക്കം CHCയിൽ ചികിത്സയിലാണ്. മുക്കം ബസ് സ്റ്റാൻഡിൽ വെച്ച് വ്യാഴാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് സംഭവം. യാതൊരു പ്രകോപനവുമില്ലാതെ ബസ് തൊഴിലാളികളും അവരുടെ ചില കൂട്ടാളികളും വിദ്യാർത്ഥികളെ മർദ്ദിക്കുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ മുക്കം പോലീസിൽ പരാതി നൽകിയെങ്കിലും പോലീസിന്റെ ഭാഗത്തു നിന്ന് ആവശ്യമായ സഹകരണം വിദ്യാർത്ഥികൾക്ക് ലഭിച്ചതുമില്ല. സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാളെ കസ്റ്റഡിയിലെടുക്കുക മാത്രമാണ് പോലീസ് ചെയ്തത്. മർദ്ദനവുമായി ബന്ധപ്പെട്ട് പരാതി നൽകാനെത്തിയ വിദ്യാർത്ഥികളോട് ബസ് തിരിച്ചു വരുമ്പോൾ തടയുമെന്ന് പോലീസ് പറഞ്ഞെങ്കിലും അത് ചെയ്യാതിരുന്നതിനാൽ വിദ്യാർത്ഥികൾ തന്നെ ബസ് തടയുകയായിരുന്നു. തുടർന്ന് വിദ്യാർത്ഥികളും ബസ് ജീവനക്കാരും തമ്മിൽ വീണ്ടും വാക്കേറ്റമുണ്ടായി. ഈ സമയം വിദ്യാർത്ഥികൾക്ക് സംരക്ഷണം നൽകേണ്ട പോലീസ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ലാത്തിച്ചാർജ് നടത്തുകയാണുണ്ടായത്. ലാത്തിച്ചാർജിൽ നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. മുക്കം ബസ് സ്റ്റാൻഡിൽ വിദ്യാർത്ഥികൾക്ക് നേരെയുള്ള ബസ് ജീവനക്കാരുടെ അതിക്രമം വർദ്ധിച്ചു വരികയാണ്. ജില്ലാ കലക്ടറുടെ കർശന നിർദ്ദേശമുണ്ടായിട്ടും വിദ്യാർത്ഥികളെ ഇൻ്റർവ്യൂ ചെയ്താണ് ഇപ്പോഴും ബസ്സിൽ കയറ്റുന്നത്. ഇത് പലപ്പോഴും പോലീസിൻ്റെ കൺമുന്നിലായിരുന്നിട്ടും ആവശ്യമായ നടപടികൾ സ്വീകരിക്കാറില്ല. ഇതുമൂലം പെൺകുട്ടികളടക്കം കനത്ത മഴയും കൊണ്ട് ഏറെ നേരം കാത്തുനിന്നാണ് ബസ് കയറുന്നത്. ബസ് ജീവനക്കാർ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് സംയുക്ത വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ പ്രകടനം നടത്തി. IHRD കോളേജിൽ നിന്ന് ആരംഭിച്ച പ്രകടനം മുക്കം ടൗൺ ചുറ്റി കോളേജിൽ തന്നെ സമാപിച്ചു. KP സൂഫിയാൻ, ലിൻഡോ ജോസഫ്, MT മുഹസിൻ, ജാഫർ ഷെരീഫ്, നിസാമുദ്ദീൻ, നയൻ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. CTV പ്രാദേശിക വാർത്ത മുക്കം.